ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PYQ സീരീസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടിന്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി? വില്യം ബെൻഡിക് പ്രഭു ആണ് സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ഇന്ത്യക്കാർക്കായി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യക്കാർക്കായി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. അടുത്ത പോയിന്റ്, ഉദാരമനസ്കനായ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ഉദാരമനസ്കനായ ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കി മാറ്റിയ ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കി മാറ്റിയ ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. അടുത്ത പോയിന്റ്, പെൺശിശു ഹത്യ, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ച ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. പെൺശിശു ഹത്യ, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. അടുത്ത പോയിന്റ്, സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. 1829 ഡിസംബർ 4 സതി നിരോധിച്ചത്. അപ്പോൾ പെൺശിശു ഹത്യ, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ച ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. കൂടാതെ സതി നിരോധിച്ചു എന്ന് 1829 ഡിസംബർ 4 സതി നിരോധിച്ചത്. അടുത്ത പോയിന്റ്, കറുപ്പ് കച്ചവടത്തിന് ലൈസൻസ് ഏർപ്പാടാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. കറുപ്പ് കച്ചവടത്തിന് ലൈസൻസ് ഏർപ്പാടാക്കിയ ഗവർണർ ജനറൽ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിതമാകുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. അപ്പോൾ കറുപ്പ് കച്ചവടത്തിന് ലൈസൻസ് ഏർപ്പാടാക്കി, സതി നിരോധിച്ചു, പെൺശിശു ഹത്യ, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ചു. പിന്നെന്താണ്? ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിതമാകുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ്. അടുത്ത പോയിന്റ്, ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറലാണ്. അടുത്ത പോയിന്റ് എന്താണ്? മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറൽ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യക്കാർക്കായി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് അദ്ദേഹം. പിന്നെ ഉദാരമനസ്കനായ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ഉദാരമനസ്കനായ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കി മാറ്റി അദ്ദേഹം. അടുത്ത പോയിന്റ്, പെൺശിശു ഹത്യ, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ചു. പിന്നെ സതി നിരോധിച്ച ഗവർണർ ജനറലാണ്. എന്നാണ്? 1829 ഡിസംബർ 4 അദ്ദേഹം സതി നിരോധിച്ചത്. അടുത്ത പോയിന്റ്, കറുപ്പ് കച്ചവടത്തിന് ലൈസൻസ് ഏർപ്പാടാക്കിയ ഗവർണർ ജനറലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിതമാകുമ്പോൾ ഗവർണർ ജനറലായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അടുത്ത പോയിന്റ്, ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് എന്താണ്? മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻഡിക് പ്രഭു. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറൽ. അടുത്ത ചോദ്യം, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. അപ്പോൾ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച സ്ഥലം പൂനെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എവിടെയാണ് സ്ഥാപിച്ചത്? പൂനെയിലാണ്. അടുത്ത പോയിന്റ്, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്താണ്? സാമൂഹിക സേവന രംഗത്ത് ഇന്ത്യയിലെ യുവാക്കളെ പ്രാപ്തരാക്കുക. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് പൂനെയിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സ്ഥാപിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? സാമൂഹിക സേവന രംഗത്ത് ഇന്ത്യയിലെ യുവാക്കളെ പ്രാപ്തരാക്കുക. അടുത്ത പോയിന്റ്, മറാത്ത സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മറാത്ത സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത പോയിന്റ് എന്താണ്? മഹാത്മാഗാന്ധി, സരോജിനി നായിഡു എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. പക്ഷേ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? മഹാദേവ ഗോവിന്ദ. ശ്രദ്ധിക്കണം, തെറ്റരുത്. മഹാത്മാഗാന്ധി, സരോജിനി നായിഡു എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. അടുത്ത പോയിന്റ്, മിതവാദികളിലെ രാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. മിതവാദികളിലെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ.
അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? പൂനെയിലാണ് സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്താണ്? സാമൂഹിക സേവന രംഗത്ത് ഇന്ത്യയിലെ യുവാക്കളെ പ്രാപ്തരാക്കുക. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ലക്ഷ്യമാണ് സാമൂഹിക സേവന രംഗത്ത് ഇന്ത്യയിലെ യുവാക്കളെ പ്രാപ്തരാക്കുക. അടുത്ത പോയിന്റ്, മറാത്ത സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മറാത്ത സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത പോയിന്റ്, മഹാത്മാഗാന്ധി, സരോജിനി നായിഡു എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധി, സരോജിനി നായിഡു എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത പോയിന്റ്, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? മഹാദേവ ഗോവിന്ദ റാനഡെ. MG റാനഡെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു. അടുത്ത പോയിന്റ്, മിതവാദികളിലെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. മിതവാദികളിലെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ ആരാണ് വിശേഷിപ്പിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പട്ടേൽ അധ്യക്ഷം വഹിച്ച കമ്മിറ്റികൾ ഏതൊക്കെയാണ്? മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി. ഇവയ്ക്കൊക്കെയാണെന്ത്? സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷ പദവി വഹിച്ചത്. അടുത്ത പോയിന്റ്, മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി കോൺഗ്രസ് സമ്മേളനം 1931. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി കോൺഗ്രസ് സമ്മേളനം. 1931 ആയിരുന്നു കറാച്ചി കോൺഗ്രസ് സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. അടുത്ത പോയിന്റ്, പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളിയാണ് ആര്? VP മേനോൻ. പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളിയാണ് VP മേനോൻ. അടുത്ത പോയിന്റ്, സർദാർ പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു. അപ്പോൾ സർദാർ പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 എന്താണ്? രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി ആരാണ് നൽകിയത്? മഹാത്മാഗാന്ധിയാണ് നൽകിയത്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി മഹാത്മാഗാന്ധി നൽകി. അടുത്ത പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പട്ടേൽ അധ്യക്ഷ പദവി വഹിച്ച കമ്മിറ്റികളാണ് മൗലികാവകാശ കമ്മിറ്റിയും ന്യൂനപക്ഷ കമ്മിറ്റിയും. അടുത്ത പോയിന്റ്, മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഇത്? കറാച്ചി കോൺഗ്രസ് സമ്മേളനം 1931. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഈ പട്ടേലിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളിയാണ് ആര്? VP മേനോൻ. അടുത്ത പോയിന്റ്, സർദാർ പട്ടേലിന് ജന്മദിനമായ ഒക്ടോബർ 31 എന്താണ്? രാഷ്ട്രീയ ഏകതാ ദിവസ് ആയി ആചരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് കണ്ടെത്തുക. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. അടുത്ത പോയിന്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. അടുത്ത പോയിന്റ്, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയാണ്? 206 മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്, അതായത് ഫീമർ. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്, ഫീമർ. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ചെവിയിലെ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി.
അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ഏറ്റവും വലിയ ആന്തരികാവയവമാണ് കരൾ. പിന്നെ അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. അപ്പം മാറിപ്പോവരുത്. ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയവും ത്വക്കാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ ആന്തരികാവയവം ഏതാണ്? കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഏത്? ഡെൻറ്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. അടുത്ത പോയിന്റ്, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 206 അപ്പോൾ അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ അസ്ഥി ഫീമർ, തുടയിലാണ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്, ചെവിയിലെ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയവും ത്വക്കാണ്. പിന്നെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ്. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8 ആൻസർ വരുന്നത്. അപ്പോൾ പല്ലുകൾ 4 തരത്തിലാണ് പല്ലുകളുള്ളത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. എത്ര തരത്തിലാണ് പല്ലുകളുള്ളത്? 4 തരത്തിലാണ് പല്ലുകളുള്ളത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതിൽ ഉളിപ്പല്ലിനെ കുറിച്ച് നോക്കാം. ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഉളിപ്പല്ലാണ്. 8 എണ്ണമാണുള്ളത്. ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ഉളിപ്പല്ലാണ്. 8 എണ്ണമാണുള്ളത്. അടുത്തത് കോമ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് ആരാണ്? കോമ്പല്ലാണ്. 4 എണ്ണമാണുള്ളത്. കോമ്പല്ല് എന്താണ്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. 4 എണ്ണമാണുള്ളത്. അടുത്ത പോയിന്റ്, അഗ്രചർവണകം. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. 8 എണ്ണമാണുള്ളത്. അഗ്രചർവണകം എന്താണ്? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. 8 എണ്ണമാണുള്ളത്. ചർവണകം എന്താണ്? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. 12 എണ്ണമാണുള്ളത്. അപ്പോൾ ചർവണകം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. 12 എണ്ണം. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം 8 അപ്പോൾ പല്ലുകളെ നമ്മൾ 4 തരംതിരിക്കാം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതിൽ ഉളിപ്പല്ലിൻ്റെ എണ്ണം എത്രയാണ്? 8. എന്താണ് ധർമ്മം? ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കോമ്പല്ലിൻ്റെ എണ്ണം 4. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അഗ്രചർവണകം 8, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ചർവണകം 12, വീണ്ടും ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാവുന്നത്? ജീവകം സിയുടെ അഭാവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. അടുത്ത പോയിന്റ്, ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി. അടുത്ത പോയിന്റ്, പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയിൽ നിന്ന് സുലഭമായി ലഭിക്കുന്നു. അപ്പോൾ ജീവകം സി എവിടെ നിന്നാണ്? പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയിൽ നിന്ന് സുലഭമായി ലഭിക്കുന്നു. അടുത്ത പോയിന്റ്, പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ഏത്? ജീവകം സി. അടുത്ത പോയിന്റ്, പുളിരുചിയുള്ള പഴങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകമാണ്. പുളിരുചിയുള്ള പഴങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകമാണ് ജീവകം സി. അടുത്ത പോയിന്റ്, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. അടുത്ത പോയിന്റ്, കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ്. പുളിരുചിയുള്ള പഴങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ഇത്? ജീവകം സി. അടുത്ത പോയിന്റ് ഏതാണ്? ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. അടുത്ത പോയിന്റ്, ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡാണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി. പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയിൽ നിന്ന് സുലഭമായി ലഭിക്കുന്നു. അടുത്ത പോയിന്റ്, പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി. അടുത്ത പോയിന്റ്, പുളിരുചിയുള്ള പഴങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. അടുത്തത്, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ജീവകം സി. അടുത്ത
പോയിന്റ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ്, അതായത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. അടുത്തത് ഫ്രഷ് വുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണെന്ത്? സുകൃതം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ആദ്യത്തെ പോയിന്റ്, കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത പദ്ധതിയാണ് ഏത്? വിമുക്തി. കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത പദ്ധതിയാണ് വിമുക്തി. അടുത്ത പോയിന്റ്, കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് ഏത്? സാന്ത്വനം. അടുത്ത പോയിന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഉള്ളവയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായി ക്യാൻസർ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് സുകൃതം. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത പദ്ധതിയാണ് വിമുക്തി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. അടുത്ത പോയിന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ അതായത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളവയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായി ക്യാൻസർ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് സുകൃതം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങളേവ? ആൻസർ എ ആണ് 1ഉം 3ഉം. അതായത് കുഷ്ഠവും കോളറയും കൊതുക് മുഖേന അല്ല. മലമ്പനിയും മന്തും എന്താണ്? കൊതുക് മുഖേനയാണ്. അപ്പം നമുക്ക് കൊതുക് മുഖേന പരത്തുന്ന രോഗങ്ങളൊന്ന് നോക്കാം. മന്ത് ജപ്പാൻ ജ്വരവും പരത്തുന്നതാരാണ്? ക്യൂലക്സ് കൊതുകുകളാണ്. മന്തും ജപ്പാൻ ജ്വരവും പരത്തുന്നതാരാണ്? ക്യൂലക്സ് കൊതുകുകളാണ്. അടുത്തത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ എന്നിവയൊക്കെ പകർത്തുന്നത് ഈഡിസ് കൊതുകാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവറൊക്കെ പകർത്തുന്നതാരാണ്? ഈഡിസ് കൊതുകാണ്. അടുത്തത് മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുക്. മലമ്പനി അനോഫിലസ് കൊതുക്. അപ്പോൾ ഇനി അടുത്തത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ജലദോഷം, വസൂരി, വില്ലൻ ചുമ, മുണ്ടിനീര്, ന്യൂമോണിയ, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, ഇൻഫ്ലുവൻസ, ആന്ത്രാക്സ്, സാഴ്സ്, ഡിഫ്തീരിയ. അതൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഒന്നുകൂടെ നോക്കാം. കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് മന്ത്, ജപ്പാൻ ജ്വരം, അത് ക്യൂലക്സ് കൊതുകുകളാണ് പരത്തുന്നത്. അടുത്തത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ ഒക്കെ ആരാ പരത്തുന്നത്? ഈഡിസ് കൊതുകാണ്. അടുത്തത് മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുകാണ്. അടുത്തത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, വസൂരി, വില്ലൻ ചുമ, മുണ്ടിനീര്, ന്യൂമോണിയ, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, ഇൻഫ്ലുവൻസ, ആന്ത്രാക്സ്, സാഴ്സ്, ഡിഫ്തീരിയ ഒക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്ത പോയിന്റ്, ജലത്തിലൂടെ പകരുന്നവയാണ് കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി, വയറുകടിയൊക്കെ എന്താണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഒന്നുകൂടെ വായിക്കാം. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി, വയറുകടിയൊക്കെ എന്താണ്? ജലത്തിലൂടെ പകരുന്നവയാണ്. അടുത്തത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നവ. ഗൊണേറിയ, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് ഒക്കെ എന്താണ്? ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നവയാണ്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ജലത്തിലൂടെ പകരുന്നത് കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി, വയറുകടി. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നവയാണ് ഗൊണേറിയ, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ക്ലാസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.